നമസ്കാരം. നമ്മളിൽ ചിലരെങ്കിലും വിമാനയാത്രകൾ നടത്തിയവരാകും. പ്രവാസികൾ ഏറെയുള്ള കേരളം സ്വാഭാവികമായും ഇന്ത്യയിൽ വിമാനയാത്രക്കാർ കൂടുതലുള്ള സംസ്ഥാനമാണ്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അഥവാ അയോട്ട കഴിഞ്ഞ കൊല്ലം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 12.6 ലക്ഷം യാത്രകളിൽ ഒന്നിൽ മാത്രമാണ് യാത്രക്കാരുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള അപകടം സംഭവിക്കുന്നത് എന്നാണ്. കണക്കുകൾ നൽകുന്ന സുരക്ഷിതത്വം വളരെ വലുതാണെങ്കിലും ടേക്ക് ഓഫ് ചെയ്ത വിമാനം ലക്ഷ്യസ്ഥാനത്ത് ലാൻഡ് ചെയ്യുന്നത് വരെയും ഭയത്തിന്റെ ഒരു തരിമ്പെങ്കിലും യാത്രക്കാരന്റെ മനസ്സിനുള്ളിൽ എവിടെയെങ്കിലും അവശേഷിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിമാനത്തിന്റെ മുകൾ ഭാഗം ഇളകിത്തെറിച്ചു പോകുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ഭയാനകമായിരിക്കും അത്. 1988 ഏപ്രിൽ 28 നടന്നത് വ്യോമയാന മേഖല ഇന്നും ഞെട്ടലോടെ രേഖപ്പെടുത്തുന്ന അത്തരത്തിലൊരു സംഭവമാണ്. ഹവായിലെ ഹിലോയിൽ നിന്നും ഹൊനാലുലുവിലേക്കായിരുന്നു അലോഹ എയർലൈൻസിന്റെ 243 നമ്പർ വിമാനം പുറപ്പെട്ടത്. ബോയിങ് 737 ഇരട്ട എഞ്ചിൻ വിമാനത്തിൽ 89 യാത്രക്കാരും 6 ജീവനക്കാരും ഉണ്ടായിരുന്നു. ഹിലോയിൽ നിന്നും വെറും 40 മിനിറ്റ് ദൂരം മാത്രം അകലെയായിരുന്നു ഹൊനാലുലു. എന്നാൽ പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിമാനത്തിനുള്ളിലെ മർദ്ദം പൊടുന്നനെ നഷ്ടപ്പെട്ടു. ഇതേസമയം 24,000 അടി മുകളിലായിരുന്നു വിമാനം പറന്നിരുന്നത്. മർദ്ദം നഷ്ടപ്പെട്ടതോടെ വിമാനത്തിന്റെ മേൽക്കൂര വലിയൊരു ശബ്ദത്തോടെ അടർന്ന് തെറിച്ചുപോയി. പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ മേൽക്കൂര ഇല്ലാതെ വിമാനം സഞ്ചരിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ പോലും പൈലറ്റുമാർക്ക് സമയമെടുത്തു. അതിശക്തമായ കാറ്റിനെ അതിജീവിക്കാൻ ഓരോ യാത്രക്കാരും പാടുപെട്ടു. വിമാനത്തിന്റെ അടർന്നുപോയ ഭാഗങ്ങൾ പലരുടെയും ശരീരത്തിൽ തറച്ചു കയറി. ചിലർക്ക് ശ്വാസം എടുക്കാൻ പോലും ആയില്ല. തങ്ങളുടെ അന്ത്യനിമിഷങ്ങൾ അടുത്തുവെന്ന് ഉറപ്പിച്ച ഓരോ യാത്രക്കാരും അലമുറയിട്ട് കരയാൻ തുടങ്ങി. എന്നാൽ പൈലറ്റുമാരുടെ മികവ് കൊണ്ടും ഭാഗ്യം തുണച്ചതിനാലും സുരക്ഷിതമായി അവർ ലാൻഡ് ചെയ്തു. മേൽക്കൂര ഇല്ലാതെ തന്നെ റൺവേയിൽ വിമാനം പറന്നിറങ്ങി. അപകടം സംഭവിച്ച് 13-ാം മിനിറ്റിൽ അലോഹ എയർലൈൻസ് ലാൻഡ് ചെയ്തു. ഇതേസമയം വിമാനത്തിന്റെ എഞ്ചിനുകളിൽ ഒന്നിൽ തീ പടരാൻ തുടങ്ങിയിരുന്നു. ചീറിപ്പാഞ്ഞെത്തിയ ആംബുലൻസുകളിൽ യാത്രക്കാരെ ഉടൻ പുറത്തെടുത്ത് ആശുപത്രികളിൽ എത്തിച്ചു. യാത്രക്കാരിൽ 8 പേർക്ക് അതിഗുരുതരമായി പരിക്കേറ്റിരുന്നു. എങ്കിലും മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനാൽ ഏവരും സന്തോഷിച്ചു. എന്നാൽ ജീവനക്കാരുടെ എണ്ണം എടുത്തപ്പോഴാണ് അധികൃതർക്ക് ഒരു കാര്യം മനസ്സിലായത്. ജീവനക്കാരിൽ ഒരാളുടെ എണ്ണം കുറവാണ്. ക്ലാരബെല്ല ലാൻസിംഗ് എന്ന ജീവനക്കാരെ കാണാതായിരിക്കുന്നു. ക്ലാരബെല്ല യാത്രക്കാർക്ക് ഭക്ഷണം വിളമ്പുന്നതിനിടെയായിരുന്നു അപകടം. ശക്തമായ വായുപ്രവാഹത്തിൽ 24,000 അടി ഉയരത്തിൽ വെച്ച് ഇവർ പുറത്തേക്ക് തെറിച്ചു പോവുകയായിരുന്നു. ക്ലാരബെല്ലയ്ക്കായി പല വിധേന അന്വേഷിച്ചെങ്കിലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഇവർ മരണപ്പെട്ടതായി പിന്നീട് കണക്കാക്കുകയാണ് ഉണ്ടായത്. സംഭവത്തിന് പിന്നാലെ അപകടത്തെക്കുറിച്ച് വിവിധ ഏജൻസികൾ വിശദമായ അന്വേഷണം നടത്തി. വിമാനത്തിന് ഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ഇതുവഴി ഇടത് എഞ്ചിന് തകരാർ സംഭവിച്ചതായും കണ്ടെത്തി. വിമാനത്തിന് 17 വർഷത്തിന്റെ പഴക്കമുണ്ടായിരുന്നു. ശരിയായ വിധം അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതും അപകടത്തിന് കാരണമായി എന്നാണ് പിന്നീട് നടന്ന അന്വേഷണങ്ങളിൽ വ്യക്തമായത്. പിന്നീട് 20 വർഷത്തോളം സർവീസ് തുടർന്ന അലോഹ എയർലൈൻസ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 2008 മാർച്ച് 31 എല്ലാ പ്രവർത്തനവും അവസാനിപ്പിച്ചു. നിലവിൽ കാർഗോ ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.